വെൽക്കം ടു ബിഹൈവ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6ലെ ഹോൾ നമ്പേഴ്സ് എന്ന ലെസൺ ആണ്. സോ ഇന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ എന്താണ് ഒരു നാച്ചുറൽ നമ്പേഴ്സ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് കൗണ്ടിങ് നമ്പേഴ്സ്. ഇനി പ്രഡീസസർ മീൻസ് എന്താണ്? ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യണം പുറകേലോട്ട്, അല്ലെ? സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ സക്സസർ മീൻസ് അച്ഛൻ, മകൻ, മകന്റെ മകൻ, അങ്ങനെ വന്നതാണ് സക്സസർ. ഇനി എന്താണ് ബാക്കിലോട്ട് അച്ഛൻ, അപ്പൂപ്പൻ എന്നൊക്കെ കൗണ്ട് ചെയ്യുന്ന പോലെ എന്ത് പ്രഡീസസർ എന്ന് പറഞ്ഞാൽ, അപ്പൊ പ്രഡീസസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം, സക്സസറിൽ നിന്ന് 1 പ്ലസ്. അപ്പൊ എസ് സക്സസർ എന്ന് പറഞ്ഞാൽ +1, പ്രഡീസസർ എന്ന് പറഞ്ഞാൽ -1 ചെയ്യണം. അപ്പൊ 1ന് ഒരിക്കലും പ്രഡീസസർ ഇല്ല. ഒരു നാച്ചുറൽ നമ്പർ 1ന് പ്രഡീസസർ ഇല്ല. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ എന്ന് വിളിക്കുന്നത് ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹോൾ നമ്പേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 മുതൽ. അപ്പൊ ഹോൾ നമ്പറിന്റെ പ്രഡീസസർ ഓഫ് 1 എന്താണ്? 0. അപ്പൊ പ്രഡീസസർ ഓഫ് 1 ഫോർ നാച്ചുറൽ നമ്പർ ഇല്ല. പ്രഡീസസർ ഫോർ 1ന്റെ ഹോൾ നമ്പറിന്റെ കേസ് ആണെങ്കിൽ അത് എന്താ? 0 ആണ്. ഇനി നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരക്കുക, അതിൽ ഈക്വൽ ആയിട്ട് നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. യൂണിറ്റ് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. 0, 1, 2, 3 എന്ന് മാർക്ക് ചെയ്യലാണ് ഇത് നമ്പർ ലൈൻ എന്ന് വിളിച്ചാൽ. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് 3യും 5ഉം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? എത്ര സ്പേസ് ഉണ്ട് നോക്കാം? 1, 2. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് 2. നമ്പർ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്പർ ഓൺ റൈറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ. അപ്പൊ റൈറ്റിലോട്ടുള്ള നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ലെഫ്റ്റിലോട്ടുള്ള നമ്പേഴ്സ് എപ്പോഴും സ്മോളർ വാല്യൂ ആയിരിക്കും. ഇനി അഡീഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 2 + 5 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ 2ൽ നമ്മുടെ ഇത് കഴ്സർ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് എത്ര തവണ ജമ്പ് ചെയ്യണം? നമ്മൾ 5 ടൈംസ് 1, 2, 3, 4, 5. 5 ടൈംസ് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ എത്തും? 7. അപ്പൊ 2 + 5 എത്ര കിട്ടും? നമുക്ക് 7ൽ കിട്ടും. ഓക്കെ, സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ജമ്പ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് വേണം. അഡീഷൻ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റിലോട്ടാണ് ജമ്പ് ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ നമ്മൾ ലെഫ്റ്റിലോട്ട് വേണം ജമ്പ് ചെയ്യാൻ. അപ്പോൾ സബ്ട്രാക്ട് 10 - 6 എന്നാണ് ഫ്രം ഉള്ള വാല്യൂ. നിങ്ങൾ ഫ്രം ചെയ്യുന്നത് അപ്പൊ 10ൽ നിന്ന് ബാക്കിലോട്ട് 6 ടൈംസ് ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും? 4ൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ജമ്പ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വെച്ചാണ്. അപ്പോൾ 4 × 3 ആണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ 0ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 പൊസിഷൻ വെച്ച് 4 ടൈംസ് ജമ്പ് ചെയ്യണം. 3 പൊസിഷൻ വെച്ച് 4 ടൈംസ്, അല്ലെങ്കിൽ 4 പൊസിഷൻ വെച്ച് 3 ടൈംസ് ജമ്പ് ചെയ്യണം. നമുക്ക് 4 ടൈംസ് വെച്ചിട്ട് 3 പൊസിഷൻ അല്ല 4 പൊസിഷൻ വെച്ചിട്ട് നമുക്ക് 3 ടൈംസും ഇതുപോലെ ജമ്പ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഹോൾ നമ്പർ. ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് എന്ത്? ക്ലോഷർ പ്രോപ്പർട്ടി. ഒരു നമ്പർ 2 ഹോൾ നമ്പേഴ്സ് ആർ സെറ്റ് ടു ബി. അപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഹോൾ നമ്പർ തന്നെ കിട്ടണം. ഇപ്പൊ അഡീഷൻ 2 + 7 ചെയ്ത് നമുക്ക് 7 തന്നെ കിട്ടുന്നത് ഹോൾ നമ്പർ ആണ്. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ 9 - 2 എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ 2 - 9 എന്ന് പറയുന്നത് -7 ആണ്. അതൊരു ഇൻറ്റീജർ ആണ്. സോ ഇത് ക്ലോസ്ഡ് അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 4 × 5 54 എന്ത് ചെയ്താലും നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് തന്നെ കിട്ടുള്ളൂ. ബട്ട് ഡിവിഷന്റെ കേസിൽ നമുക്ക് വേറെ ഹോൾ നമ്പർ അല്ലാത്ത വാല്യൂ കിട്ടും. അപ്പൊ അത് നോട്ട് ക്ലോസ്ഡ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? A + B = B + A, അല്ലെങ്കിൽ A × B = B × A. അപ്പൊ 2 + 5 എന്നും 5 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ തന്നെ ആയിട്ടാണ്. സോ അഡീഷൻ ക്ലോസ്ഡ് ആണ്. 9 - 2 എന്നും 2 - 9 എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആൻസർ ആയിട്ടാണ്. സോ അത് ക്ലോസ്ഡ് അല്ല. മൾട്ടിപ്ലിക്കേഷൻ 9 × 5 എന്ന് പറഞ്ഞാലും 5 × 9 എന്ന് പറഞ്ഞാലും നമുക്ക് 45 ആണ് സെയിം. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഇനി 1 / 5 എന്ന് പറഞ്ഞാലും 5 / 1 എന്ന് പറഞ്ഞാലും ഡിഫറെന്റ് ആൻസർ. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്. അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് ക്ലോസ്ഡ്. കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ A + B + C = A + B + C. അപ്പോൾ A + B ആദ്യം ചെയ്തിട്ട് പിന്നെ B + B ചെയ്താലും B + B ആദ്യം ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ A × B × C = A × B × C. അപ്പോൾ ഇതും ബ്രാക്കറ്റിലിട്ടാലും സെയിം. അപ്പൊ അഡീഷൻ നോക്കിയാണെങ്കിൽ ഇപ്പോൾ 3 + 2 + 5 എന്നും 3 + 2 + 5 എന്ന് പറഞ്ഞാലും സെയിം ആൻസർ തന്നെ ആയിരിക്കും. അപ്പൊ സബ്ട്രാക്ഷന്റെ കേസിൽ ഡിഫറെന്റ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ സെയിം, ഡിവിഷന്റെ കേസിൽ ഡിഫറെന്റ് ആണ് ആൻസേഴ്സ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പോൾ X × Y + Z എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? X × Y, ഇത് × ഇത് ഫസ്റ്റ്, അത് കഴിഞ്ഞ് X × Z പ്ലസ് നമ്മുടെ സൈൻ ഏതാണോ X × Z. അപ്പോൾ ഇവിടെ ഒരു ഇവാലുവേറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് 15. അപ്പോൾ 15 നമ്മൾ 45 വെച്ചിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ 40 + 5 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 15 × 40 + 15 × 5. സോ എത്ര കിട്ടും? നമുക്ക് 600 + 75 = 675. സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഇനി ഐഡന്റിറ്റി ഏതാണ്? അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് 0. A + 0 എന്ന് പറഞ്ഞാലും 0 + A എന്ന് പറഞ്ഞാലും നമുക്ക് സെയിം. ഇപ്പൊ 2 + 0 എന്ന് പറഞ്ഞാലും 0 + 2 എന്ന് പറഞ്ഞാലും നമുക്ക് 2 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതാണ്?
1 ആണ്. കാരണം 2 into 1 എന്ന് പറഞ്ഞാലും 1 into 2 എന്ന് പറഞ്ഞാലും നമുക്ക് 2 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി പാറ്റേൺസ് നമുക്ക് പല രീതിയിൽ പാറ്റേൺസ് അറേഞ്ച് ചെയ്യാം. 1 dot 2 dot 3 dot 4 dot. അപ്പോൾ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 6, 12 ഒക്കെയാണ് റെക്ടാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. സ്ക്വയർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് 9, 16, ഓക്കെ, 25 അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ട്രയാങ്കിൾ പോലെ 3, 6, 10 ഒക്കെയാണ് ട്രയാങ്കിൾ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പാറ്റേൺസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാറ്റേൺസ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെക്സ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് ആഫ്റ്റർ 1099. അപ്പോൾ 1099 കഴിഞ്ഞിട്ടുള്ള 3 നമ്പർ പ്ലസ് 1 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1011000 കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് പ്ലസ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇതൊരു നമ്പർ അല്ലേ, നമുക്കിപ്പോൾ കിട്ടിയ നമ്പർ. ഇതിൻ്റെ കൂടെ 11001 എന്ന് കിട്ടും. അത് രണ്ടാമത്തെ നമ്പർ. ഇനിയും ഒരു പ്ലസ് 1 കൂടി ചെയ്യാം. അപ്പോൾ 111002 എന്ന് കിട്ടും. അപ്പോൾ അതടുത്ത നമ്പർ. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഏതാന്ന് നോക്കിക്കേ. Write the 3 whole numbers occurring just before 100. അപ്പോൾ ഹോൾ നമ്പർ ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഈ വാല്യൂന്ന് ആദ്യം മൈനസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10,000, 9,999, 9,998. ഇനി അടുത്തത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ? ഹോൾ നമ്പറിൽ ചെറുത് ഏതാണ്? 0. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 32 and 53? അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 32 കഴിഞ്ഞിട്ട് 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52. ഓക്കെ, അപ്പോൾ എത്ര നമ്പർ ആണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. 53 മൈനസ് 32 എന്ന് പറയുമ്പോൾ 1, 2, 21 നമ്പേഴ്സ് ആണ് നമ്മുടെ അതിൻ്റെ ഇടക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷമുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്ലസ് 1 ചെയ്തിട്ടാണ് നമുക്ക് ആൻസേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 240070 എന്ന് പറഞ്ഞാൽ 244072 അല്ലേ? ഇതാണ് നമ്മുടെ സക്സസർ. ഓക്കെ, അടുത്തത് ഇവിടെ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ 24407010 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 24407001 ആണ്. ഇൻ കേസ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളുടെ സക്സസർ 24702 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 199 പ്ലസ് 1 എത്ര? 200 ആയിരിക്കും. 100200 അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ കൂടെ 999 എന്ന് പറഞ്ഞാൽ 99,999. അപ്പോൾ 10,000 ആണ് ആവുന്നത്. അപ്പോൾ 1 ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ 1 2 3 4 5 zeros ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് 1 ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ആൻസർ 2 3 4 5 7 6 7 1. ഓക്കെ, അതാണ് നമ്മുടെ സക്സസർ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി പ്രഡീസസർ എന്ന് പറഞ്ഞാൽ -1 ആണ് ചെയ്യേണ്ടത്. 94 - 1 93. ഇത് -1 എത്രയാണ്? 999. അടുത്തത് 2,08,090 എന്ന് പറയുമ്പോൾ 2,90,000 ഒരെണ്ണം മൈനസ് ചെയ്താൽ 2,08,089. സോ ഇതിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ 76,54,320 ആണ്. ഓക്കെ, ഇനി in each of the following pairs of numbers state which number is left of the number line, right of the number line. അപ്പോൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് പറയാം. ഓക്കെ, നമ്പർ ലൈൻ്റെ. അപ്പോൾ ബിഗ്ഗർ നമ്പർ എപ്പോഴും എവിടെ ആയിരിക്കും നമ്മൾ പറഞ്ഞത്? ബിഗ്ഗർ നമ്പർ റൈറ്റ് സൈഡിലും സ്മോളർ നമ്പർ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. അപ്പോൾ 503 ലെഫ്റ്റ് സൈഡിലും 5300 റൈറ്റ് സൈഡിലും ആയിരിക്കും ഉള്ളത്. അതുപോലെ ഇതിൻ്റെയും സ്മോളസ്റ്റ് നമ്പർ ലെഫ്റ്റ് സൈഡിലും ബിഗ്ഗസ്റ്റ് നമ്പർ റൈറ്റ് സൈഡിലും. സ്മോളസ്റ്റ് നമ്പർ ഇതാണ് ലെഫ്റ്റ്, ബിഗ്ഗസ്റ്റ് നമ്പർ റൈറ്റ് സൈഡിൽ. സ്മോളസ്റ്റ് നമ്പർ ഇതാണ് ലെഫ്റ്റിൽ, ഇത് റൈറ്റ് സൈഡിൽ. അപ്പോൾ അത് എഴുതുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ആണ് എന്നുള്ള കാര്യം എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0 is the smallest natural number. ആണോ? അല്ല, ഫാൾസ്.
ഇനി 4000 ഇസ് ദ പ്രൊഡ്യൂസർ ഓഫ് 399. അതും എന്താണ് കണ്ടീഷൻ ഫാൾസ് ആണ്. അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ 400 പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള നമ്പർ അല്ല. ഓക്കെ, -1 പ്രൊഡ്യൂസർ ഓഫ് 400 എന്ന് പറഞ്ഞാൽ 399. 400 അങ്ങനെയല്ല ക്വസ്റ്റ്യൻ. 400 ആണ് പ്രൊഡ്യൂസർ ഓഫ് 399. ബട്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 398 ആണ് ആക്ച്വലി പ്രൊഡ്യൂസർ. ബട്ട് ആൻസർ തന്നേക്കുന്നത് 400 ആണെന്നാണ്. സോ ദ ഫാൾസ്. 0 ഇസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ, അത് ട്രൂ ആണ്. ഇനി 600 ഇസ് ദ സക്സസർ ഓഫ് 599, അത് ട്രൂ ആണ്. 599 കഴിഞ്ഞിട്ടാണ് 600. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്, അതും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓൾ ഹോൾ നമ്പേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ്, അത് ഫാൾസ് ആണ്. കാരണം 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല. എക്സെപ്ഷൻ 0. ഓക്കെ, പ്രൊഡ്യൂസർ ഓഫ് എ 2-digit നമ്പർ ഈസ് നെവർ എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. ആവോ 2-digit നമ്പറിന്റെ പ്രൊഡ്യൂസർ സിംഗിൾ ഡിജിറ്റ് നമ്പർ ആകൂല. ഓക്കെ, പ്രൊഡ്യൂസർ അല്ലേ. ഓക്കെ, ഇനി 1 ഈസ് ദ സ്മോളസ്റ്റ്. അപ്പൊ നമ്മുടെ ജി ആൻസർ ഓൾസോ ഫാൾസ്. ഓക്കെ, ഇനി 1 ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ, അതും ഫാൾസ് ആണ്. 0 ആണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ. നാച്ചുറൽ നമ്പർ 1 ഹാസ് നോ പ്രൊഡ്യൂസർ, ദാറ്റ് ഈസ് ട്രൂ. ഹോൾ നമ്പർ 1 ഹാസ് നോ പ്രൊഡ്യൂസർ, അതിന് ഫാൾസ് ആണ്. കാരണം പ്രൊഡ്യൂസർ ഉണ്ട്, അതാണ് 0. ഇനി ഹോൾ നമ്പർ 13 ലൈ ബിറ്റ്വീൻ 11 and 12, അത് ഫാൾസ് ആണ്. 12ന്റെയും 14ന്റെ ഇടക്കാണ് 13 കിടക്കുന്നത്. ഹോൾ നമ്പർ 0 ഹാസ് നോ പ്രൊഡ്യൂസർ, ദാറ്റ് ഇസ് ട്രൂ. 0ക്ക് വേറെ പ്രൊഡ്യൂസർ ഇല്ല. സക്സസർ ഓഫ് എ 2-digit നമ്പർ ഈസ് ഓൾവേസ് എ 2-digit നമ്പർ, ദാറ്റ് ഇസ് ഫോൾസ്. കാരണം 2-digit നമ്പർ തന്നെയല്ല 3-digit നമ്പർ ആകും. ഏതാണ് 999 എന്ന് പറയുന്നത് 99 എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ. അതിന്റെ സക്സസർ എന്ന് പറയുന്നത് ഒരു 3-digit നമ്പർ 100 വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 2.2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈൻഡ് ദ സം ഓഫ് ദ സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ്. അപ്പൊ അതിന്റെ സം യൂസ് ചെയ്തത് നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട്. അപ്പൊ 837 + 208 + 363. അപ്പൊ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എന്നാലും നമുക്ക് ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്യുമ്പോൾ 1200 കിട്ടും. അതിന്റെ കൂടെ 363 അതിന്റെ കൂടെ. അപ്പൊ സോ 1408. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഇത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ഫസ്റ്റ് 2 ടേം ആഡ് ചെയ്യുമ്പോൾ 3500 ലാസ്റ്റ് 2 ടേം ആഡ് ചെയ്യുമ്പോൾ 1100 കൂടി കിട്ടും. സോ ടോട്ടൽ 4600. ഇനി ഫൈൻഡ് ദ പ്രോഡക്റ്റ് ബൈ സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ്. സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ് 2 × 1768 × 50. ഇത് നിങ്ങൾ 2 നമ്പർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്പർ അതിൻ്റെ കൂടെ. അപ്പോൾ ഈ 2 നമ്പർ കൂടി ചെയ്തിട്ട് 50 കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ കണ്ടോ 2 × 50 എത്ര കിട്ടും? 100. 100 × 167. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ 4 × 166 × 25 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 25 ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 16,600 കിട്ടും. 8 × 291 × 125 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ആദ്യം 8 × 219 ചെയ്യുക. 8 × 219 എന്ന് പറയുമ്പോൾ 1000 അല്ല, ഇതിന് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 91,000. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ സിമിലർ ക്വസ്റ്റ്യൻസും ഗ്രൂപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇത് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 297 × 17 + 297 × 3. സോ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടിലും ഇത് 297 കോമൺ ആയിട്ടുണ്ട്. സോ 297 കോമൺ ആയിട്ട് എടുത്തിട്ട് 17 + 3 എന്താണ് ഇവിടുത്തെ സൈൻ നോക്കുക, 17 + 3. അപ്പോൾ 297 ഇൻറ്റു ഇവിടുത്തെ ഓപ്പറേഷൻ ഇൻറ്റു ആണ്. 17 + 3 എത്രയാ? 20. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5940 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഈ എക്സസൈസ് എന്തായാലും നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ നമ്പറിൽ നമുക്ക് ഈ ഒരു 5426 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ നമുക്ക് 54279 കോമൺ ആയിട്ട് എടുത്തിട്ട് 92 + 8 ആക്കാം. സോ എത്ര കിട്ടും? 54279 × 100 എന്നാവും. ഓക്കെ, അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെയിം. ബട്ട് ഇവിടുത്തെ ഓപ്പറേഷൻ ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആണ്. സബ്ട്രാക്ഷൻ ആണ് അവിടെ ചെയ്യുന്നത് ഓപ്പറേഷൻ. ഓക്കെ, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം, ഇവിടെ ഇതുമാണ് കോമൺ. അപ്പോൾ 181,265 എഴുതുക. അതിനുശേഷം 169, ദെൻ മൈനസ് സൈൻ, ദെൻ 69. അപ്പോൾ ആദ്യം ഇത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം 81,265 കൂടെ
അത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 81,26,500 എന്ന് കിട്ടും. ഈ ഒരു പ്രോബ്ലം കുറച്ച് ലെങ്തി ആണ്, എന്നിരുന്നാലും ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇത് കോമൺ ആണ്, അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നും കോമൺ ആയിട്ട് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. 3845 ഇൻറ്റു 5 ഇൻറ്റു 782 പ്ലസ് 769 ഇൻറ്റു 25 ഇൻറ്റു 218. നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഈ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ 25 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 5 ഇൻറ്റു 5 ആണ് അല്ലേ. അപ്പോൾ 3845 ഇൻറ്റു 5 ഇൻറ്റു 782 പ്ലസ് 769 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 218. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര 3845 ഇൻറ്റു 5 ഇൻറ്റു 782 പ്ലസ് 3845 ഇൻറ്റു 5 ഇൻറ്റു 218 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ടേമും മീൻസ് നമ്മുടെ ഈ ഒരു ടേമും കോമൺ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3845 ഇൻറ്റു 5 കോമൺ ആണ്. ബാക്കി ആരുടെ ഈ ഒരു പ്രോബ്ലത്തിൽ 782 പ്ലസ് 218. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 19225 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഇസ് 19 lakhs അല്ല 1,09,22,500 എന്ന് നമുക്ക് ഇതിൻ്റെയും ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. Okay, find the product of suitable property. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 103, 102, 1800, 168. ഇപ്പോൾ 103നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 100 പ്ലസ് 3. 102നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 100 പ്ലസ് 2. 1008നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 1000 പ്ലസ് 8. 168നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 160 പ്ലസ് 8 എന്നോ അല്ലെങ്കിൽ 100 പ്ലസ് 68 എന്നോ ഒക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ദേ ഇങ്ങനെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. കണ്ട, ഞാൻ ഒന്ന് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ 7 ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 100 പ്ലസ് 3 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ ബ്രാക്കറ്റ് ഓപ്പണിംഗ് വഴി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 738 ഇൻറ്റു 100 പ്ലസ് 738 ഇൻറ്റു 3 ഏത് പ്രോപ്പർട്ടിയാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ 73800 പ്ലസ് 2214 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. സെയിം തന്നെ ഇവിടെ 102നെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, 100 പ്ലസ് 2. അപ്പോൾ ഇത് ക്രോസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക രണ്ടുമായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പെക്റ്റീവ് കറസ്പോണ്ടിങ് ആൻസർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. സെയിം തന്നെ 1008നെയും ഇതിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ 168നെ സ്പ്ലിറ്റ് ചെയ്യണം നേരം 1005നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 1000 പ്ലസ് 5 എന്ന് 1000 പ്ലസ് 5 ഇൻറ്റു എന്താണ് കൊടുത്തത് 168. സോ ഇത് രണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ 168 ഇൻറ്റു 1000 പ്ലസ് 168 ഇൻറ്റു 5 എന്ന വിധം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. എ ടാക്സി ഡ്രൈവർ ഫിൽ ഹിസ് കാർ പെട്രോൾ ടാങ്ക് വിത്ത് 40 liters ഓഫ് പെട്രോൾ പെർ മൺഡേ 40 liters നിറച്ചു. നെക്സ്റ്റ് ഡേ ഹി ഫിൽ ദ ടാങ്ക് വിത്ത് 50 liters 50 liter വെച്ച് നിറച്ചു. ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ പെട്രോൾ ഇസ് 44 per liter 44 rupees ആണ്. അങ്ങനെ എനിക്ക് എത്ര മണി സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇയാൾ ടോട്ടൽ എത്ര ലിറ്റേഴ്സ് അടിച്ചിട്ടുണ്ട്, 90 liters. അപ്പോൾ 90 liters ഇൻറ്റു എത്ര രൂപയാണ് നമുക്ക് 44 rupees അല്ലേ. അപ്പോൾ 3960 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എ വെൻഡർ സപ്ലൈസ് 32 liter ഓഫ് മിൽക്ക് ഇൻ ദ ഹോട്ടൽ ഇൻ ദ മോർണിംഗ് 62 liter ഈവനിങ്ങിൽ കൊടുക്കും. 15 ആണ് പെർ പൈസയെങ്കിൽ എങ്ങനെ ചെയ്യണം, നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. സോ എത്ര കിട്ടും നമുക്ക് 100 ഇൻറ്റു 15 കൊടുക്കുമ്പോൾ 1500 ആണ് ഇയാളുടെ പെർ ഡേയുടെ കോസ്റ്റ്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഏത് പ്രോപ്പർട്ടിയാണ്,
ഈ ഒരു പ്രോപ്പർട്ടി 136നെ സ്പ്ലിറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പറയാം അതായത് പ്രോപ്പർട്ടിയാ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ ഇതാണ് നമുക്ക് മാച്ച്. ഇനി 2 × 4 × 50 അത് നമുക്ക് ഓർഡർ മാറ്റിയാണ് തന്നിരിക്കുന്നത്. സെയിം ഓപ്പറേഷൻ തന്നെ ഓർഡർ മാറ്റി തരുമ്പോൾ അത് ഏത് പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ തന്നെ സെയിം അഡീഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അഡീഷൻ എന്നും പറയാം. കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ അഡീഷൻ എന്നും കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനും ആണ് അവിടുത്തെ ഓപ്പറേഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ 2.3 ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ 2.3 ആണ് ഹോൾ നമ്പേഴ്സിൽ. സോ ഇതെന്താണ് ഫോളോയിങ് ഈസ് നോട്ട് വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് 0. ഇത് 1 + 0 എത്രയാണ്? നമുക്ക് 1 ആണ്. 0 × 0 0 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 10 - 10 എന്ന് പറഞ്ഞാൽ 0/2 ആണ്. 0. അപ്പോൾ ഇതാണ് ഡസ് നോട്ട് റെപ്രസെന്റ് ചെയ്യാത്തത്. ബാക്കിയെല്ലാം റെപ്രസെന്റ് ചെയ്യും. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഹോൾ നമ്പർ ഇസ് 0, 2 ഹോൾ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ യു ക്യാൻ സേ ബോത്ത് ഓഫ് ദം വിൽ ബി 0. ജസ്റ്റിഫൈ ദ ആൻസർ. നമുക്കറിയാം 2 5 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്, 0 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ. രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്താൽ 0 തന്നെ ആയിട്ടുണ്ട്. ഒരു ഹോൾ നമ്പറും ഒരു 0യും വേറൊരു ഹോൾ നമ്പറും കൂടി ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് 0 തന്നെ. 2 0യും കൂടി ഇൻഡ്യൂ ചെയ്താലും നമുക്ക് 0 തന്നെ ആയിട്ടുണ്ട്. അത് എഴുതാനാണ് പറയുന്നത്. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 1 ഹോൾ നമ്പർ ഇസ് 1 ആണ് ഒരു ഹോൾ നമ്പറിന്റെ പ്രൊഡക്റ്റ്. ഇഫ് യു ക്യാൻ സേ 1 ഓഫ് ദം ബോത്ത് ഓഫ് ദം. അപ്പോൾ ഏതൊക്കെ കേസിലാണ്? ഒരെണ്ണം ഹോൾ നമ്പർ, മറ്റേതും ഹോൾ നമ്പറാണ് 1. ഓക്കെ, ഒരെണ്ണം ഹോൾ നമ്പറും മറ്റേത് വേറെ ഏതെങ്കിലും ഹോൾ നമ്പർ ആണെങ്കിൽ ആൻസർ 2. അത് പോസിബിൾ ആണ്? അല്ല. ഒരെണ്ണം ഹോൾ നമ്പറും ഒരെണ്ണം 0 ആണെങ്കിലും അതും പോസിബിൾ അല്ല. സോ പോസിബിൾ ആയിട്ട് 1 × 1 മാത്രമാണ്. ഇനി ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 101 എങ്ങനെ എഴുതാം? 100 + 1. 1001 1000 + 1. 25 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? 20 + 5. 1205 1200 + 5. അപ്പോൾ ഈ എക്സസൈസ് നന്നായിട്ട് ചെയ്യുക, കാരണം ഓരോ ആൻസേഴ്സും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ഞാനില്ല ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു തരാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ ഡി. ക്വസ്റ്റ്യൻ നമ്പർ ഡി ചെയ്യാനായിട്ട് ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4275 × 125. 125 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 4275 × എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 100 + 25 + 5. അപ്പോൾ ഇതെങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാ നമ്പേഴ്സും വീതം എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4275 × ആദ്യം 100 + 4275 × 25 + 4275 × 5. സോ എല്ലാം കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 427,500 + 85500 + 21375. സോ ടോട്ടൽ ആൻസർ 534375. സോ ഇത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഏതെങ്കിലും പ്രോബ്ലം കിട്ടിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക. സോ എല്ലാം എളുപ്പമുള്ള പ്രോബ്ലം ആണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ട്രൈ ചെയ്താൽ മതി. എസ്പെഷ്യലി നമുക്ക് ഈ ഹൺഡ്രഡ്സ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ഈ സ്പ്ലിറ്റിങ്ങിനായിട്ട് വരാം. സോ അത് ഇപ്പോൾ 504നെ 500 + 4 സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ 125, ഇവിടെ 25 നിങ്ങൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 20 + 5. ഇവിടെ 100 1001 1000 + 1. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റഡി ദ പാറ്റേൺ. പാറ്റേൺ കണ്ടുപിടിച്ചത് റൈറ്റ് 2 സ്റ്റെപ്സ് ഹൗ ദ പാറ്റേൺ വർക്ക്സ്. അപ്പോൾ 1 × 8 + 1 എന്ന് പറയുന്നത് 9 ആണ്. 12 × 8 = 9. സോ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 11 + 1 × ഇത് പാറ്റേൺ ഞാൻ ഇവിടെ എഴുതാം. 11 + ഫസ്റ്റ് 1ൻ്റെ ഇല്ല, നമുക്ക് സെക്കൻഡ് 1 മുതൽ എഴുതാം. സെക്കൻഡ് 1ൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൻസേഴ്സ് 9, 98, 97, 96. അപ്പോൾ 11 + 1 × 8 + 2 = 98 അല്ലേ? ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 × 8 + 2 = +2 ആണ്. +1 = 9. അപ്പോൾ ഇവിടെ അടുത്തത് എന്ത് വരും? 1 1 1 + 1 1 1 + 1 × 8 + 3 = 987. അടുത്തത് എത്ര വരും? 4 1 3 1 2 1 1 1 × 8 + 3 4 = 9876. അങ്ങനെ 5 വരെ നമുക്ക് ഈ ഒരു പാറ്റേൺസ് ഫോളോ ചെയ്തു. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ലെസൺ ഇവിടെ തീർന്നു. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു 2.1ൻ്റെ എക്സസൈസ്, 2.2യുടെ എക്സസൈസ് ആൻഡ് 2.3യുടെ എക്സസൈസ് ആണ് ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ ഈ ലെസണിൽ പഠിക്കാൻ. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണം അല്ലെങ്കിൽ അതിൻ്റെ PDF PPTs എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ
കമൻറ്റ് ഇടുക അല്ലെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കുക. ഓക്കെ, താങ്ക് യു.